ഒരു അല്പനേരത്തെ ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്ന അപകടമായിരുന്നു ഈ കാണുന്നത്. ഇദ്ദേഹം ഈ റോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇടതുവശത്ത് നിന്നിരുന്നപ്പോൾ തന്നെ ആ ഫോൺ വിളി പൂർത്തിയാക്കിയിരിക്കുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഈ അപകടത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇദ്ദേഹത്തെ ഇവിടുന്ന് വരികയാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഇവിടെ നിർത്തി ഫോൺ വിളിച്ചതിന് ശേഷം അങ്ങോട്ട് തിരിഞ്ഞാൽ മതിയായിരുന്നു. വളരെ അശ്രദ്ധമായ ആ ഫോണിൻ്റെ ആ വ്യഗ്രതയിൽ തിരിഞ്ഞ് അപ്പുറത്തെ വണ്ടി ഇടിച്ചു. ഇതിൽ അപകടം കൂടുതൽ പറ്റിയിരിക്കാൻ സാധ്യത അദ്ദേഹത്തിന് ആർക്കാണ്? ഫോൺ വിളിച്ച ആൾക്കല്ല, ഓപ്പോസിറ്റ് വന്നത് ഇപ്പോൾ നടന്നു വരുന്ന ചേട്ടന് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇടിച്ച് ഒരുപാട് തവണ ഉരുണ്ട് പോയി. അതുപോലെ വാഹനം നിരങ്ങി പോയി. ഇദ്ദേഹത്തിന് ഈ വട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാഹനം ഇടിച്ച് വഴിക്ക് അവിടെ കിടക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. വാഹനത്തിന് നഷ്ടം, ശരീരത്തിൻ്റെ വേദന, കാര്യങ്ങളൊക്കെ. ഇനി കേസിന് പോവുകയാണെങ്കിൽ ആ ഫോൺ വിളിച്ച ആ ചേട്ടൻ്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആൾക്ക് തന്നെയായിരിക്കും ഉറപ്പായിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക. വലിയൊരു കാശ് പോകാൻ സാധ്യതയുണ്ട്.